കിഴക്കിനെയും പടിഞ്ഞാറേയും ബന്ധിപ്പിക്കുന്ന സിൽക്ക് റൂട്ട് അലക്സാൻഡ്രിയ മുസെറിസ് ട്രേഡ് റൂട്ടാണ്. ഗുജറാത്തിലെ ഏറ്റവും പ്രധാന പോർട്ട് സിറ്റിയായിരുന്ന ബറൂച്ചിൽ ആദ്യത്തെ എപ്പിസോഡിൽ തെളിവുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു രാജാവിന്റെ പേരും അഫ്ഗാനിസ്ഥാനിൽ കാബൂലിനടുത്ത് കൊണ്ടഫറസ് അത് സാധ്യമായ ഒരു കാര്യമായിരുന്നു. യഹൂദർ ആ കച്ചവടത്തിൽ റോമാക്കാരെ സഹായിച്ചിരുന്നു. തമിഴകം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് കേരളം ഉൾപ്പെടുന്ന രണ്ടാമത്തെ പ്രേക്ഷിത പ്രവർത്തനം സൗത്ത് ഇന്ത്യയിൽ. മാറ്റുലി എന്ന യൂട്യൂബ് പോഡ്കാസ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും നമസ്കാരം. സീറോ മലബാർ സഭയുടെ ചരിത്ര വഴികളിലൂടെയുള്ള യാത്രയായ മാറ്റുലി എന്ന യൂട്യൂബ് പോഡ്കാസ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജെയിംസ് പുള്ളിറുമ്പിൽ അച്ഛനാണ്. അച്ഛനെ ഒരിക്കൽ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമ്മൾ മറ്റൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചത് തോമാസ് ലീഹായുടെ ഭാരത പ്രേക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായിട്ടുള്ള തെളിവുകളെ കുറിച്ചാണ്. അപ്പോൾ ധാരാളം തെളിവുകൾ അച്ഛൻ അക്കമിട്ട് നമ്മുടെ ഇവിടെ അവതരിപ്പിച്ചു. എങ്കിലും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇന്നും പലരും തോമാസ് ലീഹായുടെ ഭാരതത്തിലേക്കുള്ള വരവിനെ സംശയിക്കുകയും വിമർശിക്കുകയും ഒപ്പം തന്നെ ഭാരതത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്ന് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ചോദ്യത്തിന് അച്ഛൻ എങ്ങനെയായിരിക്കും മറുപടി? ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ധാരാളം തെളിവുകളുണ്ട്. ആ തെളിവുകൾ നമ്മുടെ നാട്ടിലുള്ള തെളിവുകളേക്കാൾ കൂടുതൽ ഉള്ളത് വിദേശ ഭാഷകളിൽ, പ്രാചീന വിദേശ ഭാഷകളായ സുറിയാനി, ലത്തീൻ, ഗ്രീക്ക് എന്നിവയിലാണ്. ഈ പഠനങ്ങളുടെ ഫലമായുള്ള ചില ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് താനും. പക്ഷെ പലപ്പോഴും നമ്മൾ അത്തരം പഠനങ്ങളുടെ ഫലം വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ലാത്തതാണ് ഇത്തരം സംശയങ്ങൾ ഇന്നും നിലനിൽക്കാൻ കാരണം. അതേസമയം അത്തരം പുസ്തകങ്ങൾ എല്ലാവർക്കും പണം കൊടുത്ത് വായിക്കാൻ സാധ്യമല്ല എങ്കിലും ലൈബ്രറികളിൽ നമുക്ക് ലഭ്യമാണ്. അവ വായിച്ചാൽ കുറേ കൂടി നമുക്ക് ഈ വിഷയം ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല, ചരിത്ര സത്യമായിട്ട് തന്നെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അച്ഛൻ, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട തെളിവ് തോമസ് ലീഹായുടെ ഖബറിടം ഇവിടെ അല്ലാതെ, സൗത്ത് ഇന്ത്യയിലല്ലാതെ മറ്റെവിടെയും ഇല്ല എന്നുള്ളതാണ്. അത് വളരെ സത്യമാണ് താനും. അതിനെ സംബന്ധിച്ച് വേറെ ക്ലെയിമുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വളരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തെളിവാണ്. പക്ഷേ രണ്ടാമതായിട്ട് അച്ഛൻ പറഞ്ഞ ആക്ട്സ് ഓഫ് സെയിൻറ്റ് തോമസ് എന്ന് പറയുന്ന പുസ്തകം, ഈ ആക്ട്സ് ഓഫ് സെയിൻറ്റ് തോമസ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് അച്ഛന് കൂടുതലൊന്ന് പറയാമോ, വിശദീകരിക്കാമോ? ഓക്കെ, സച്ചിൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ പ്രധാന തെളിവ് തോമാസ് ലീഹായുടെ മൈലാപ്പിലുള്ള ഖബറിടമാണ്. അത് ഒരു അനിഷേധ്യമായ തെളിവാണ്. രണ്ടാമത്തെ തെളിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് തോമാസ് ലീഹായെക്കുറിച്ചുള്ള ഗ്രന്ഥം തോമായുടെ നടപടികൾ, അല്ലെങ്കിൽ യൂദാ തോമായുടെ നടപടികൾ, അങ്ങനെ ആണ് പുസ്തകം അറിയപ്പെടുക. ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെപ്പറ്റി ഇന്ന് വളരെയേറെ പഠനങ്ങൾ നടത്തുന്നുണ്ട്. വിദേശികളാണ് കൂടുതലും പഠനം നടത്തുക. അത് സെക്കുലർ രംഗത്താണ് താനും കൂടുതൽ പഠനങ്ങൾ നടത്തുക. ഈ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ തോമാസ് ലീഹ 2 പ്രേക്ഷിത യാത്രകൾ ഇന്ത്യയിൽ നടത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ തോമായുടെ നടപടികൾക്ക് 13 അധ്യായങ്ങളാണുള്ളത്. ഈ 13 അധ്യായങ്ങൾ, ആദ്യത്തെ 6 അധ്യായങ്ങൾ തോമാസ് ലീഹായുടെ വടക്കേ ഇന്ത്യ പൂർണ്ണമായിട്ടുമല്ല, വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ, ഇപ്പോഴത്തെ പഞ്ചാബ്, ഗുജറാത്തിൻ്റെ കുറേ ഭാഗം തുടങ്ങിയുള്ള ഭാഗങ്ങൾ ചേരുന്ന, പിന്നെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എല്ലാം ചേരുന്ന പാർത്തിയായുടെ ഭാഗമായിരുന്ന വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലുള്ള തോമാസ് ലീഹായുടെ പ്രവർത്തനവും, തുടർന്ന് 7-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ തോമാസ് ലീഹ രണ്ടാമത്തെ പ്രേക്ഷിത പ്രവർത്തനം സൗത്ത് ഇന്ത്യയിൽ തമിഴകം എന്നറിയപ്പെടുന്ന പ്രദേശത്ത്, കേരളം ഉൾപ്പെടുന്ന തമിഴകത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഗ്രന്ഥത്തിൻ്റെ അടുത്ത കാലത്തുള്ള പഠനത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ പ്രേക്ഷിത യാത്ര തോമാസ് ലീഹ വടക്കേ ഇന്ത്യയിൽ നടത്തിയത് AD 44 മുതൽ 49 വരെയും, രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര കേരളം ഉൾപ്പെടുന്ന തമിഴകം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ AD 52 മുതൽ 72 വരെയുമാണ്.
അച്ഛാ, വളരെ ഭംഗിയായിട്ട് തന്നെ അച്ഛൻ ആക്ട്സ് ഓഫ് സെൻറ്റ് തോമസ് അല്ലെങ്കിൽ തോമായുടെ നടപടികളെ കുറിച്ച് അച്ഛൻ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അച്ഛൻ മറ്റൊരു സംശയമുള്ളത്, അച്ഛൻ ആദ്യത്തെ എപ്പിസോഡിൽ തെളിവുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു രാജാവിൻ്റെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് പരാമർശിച്ചിരുന്നു. ഗുണ്ടഫറസ് എന്നാണെന്ന് തോന്നുന്നത് രാജാവിൻ്റെ പേര്. അപ്പം ഗുണ്ടഫറസ് രാജാവിനെ കുറിച്ച് അച്ഛൻ്റെ കൂടുതൽ എന്താണ് പറയപ്പെടുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ചരിത്ര വ്യക്തിയാണോ? ആക്ട്സ് ഓഫ് തോമസ് അല്ലെങ്കിൽ യൂദായുടെ നടപടികൾ, യൂദാ തോമയുടെ നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ നാം 4 പ്രധാന വ്യക്തികളെയാണ് കാണുക. ഒന്ന് ഗുണ്ടഫറസ് അല്ലെ ഗുണ്ടഫർ എന്നൊക്കെ പറയുന്ന ഒരു ചക്രവർത്തി. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗാദ് അല്ലെങ്കിൽ അബ്ദിയാസ്. മൂന്നാമത്തേത് ഹബ്ബാൻ. നാലാമത്തേത് മസ്ദായി. ഇങ്ങനെ 4 വ്യക്തികളാണ്. ഇതിൽ ഏറ്റവും പ്രധാന വ്യക്തി തോമസിനെ കൂടാതെ ഈ 4 വ്യക്തികൾ. ഇതിൽ ഏറ്റവും പ്രധാന വ്യക്തി ഗുണ്ടഫറസ് ആണ്. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വരെ ഈ ഗുണ്ടഫറസ് എന്നുള്ള പേര് ഗുണ്ടഫർ എന്നുള്ള പേര് ആകെപ്പാടെ കണ്ടിരുന്നത് ഈ ആക്ട്സ് ഓഫ് തോമസിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് പലരും ആ ഗുണ്ടഫറസ് എന്നുള്ള വ്യക്തി ഒരു ചരിത്ര വ്യക്തിയല്ല, ഒരു ഇതിഹാസ വ്യക്തിയാണ്, ലെജൻഡറി ഫിഗർ ആണ് എന്നുള്ള ചിന്തയും ആ കാര്യം പറയുന്ന പുസ്തകം അതുകൊണ്ടും അത് ചരിത്രപരമല്ല എന്നൊരു ചിന്തയായിരുന്നു. എന്നാൽ 1834 ആണ് മസോൺ എന്ന ഒരു ചരിത്ര ഗവേഷകൻ അഫ്ഗാനിസ്ഥാനിൽ കാബൂളിനടുത്ത് ഗുണ്ടഫറസ് എന്ന പേരിലുള്ള നാണയം കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം ഒരു നാണയം കിട്ടിയെങ്കിലും തുടർ അന്വേഷണത്തിൽ കൂടുതൽ നാണയങ്ങൾ ഗുണ്ടഫറസ് എന്നുള്ള പേരിൽ ലഭിച്ചു. ആ നാണയത്തിൽ 2 ഭാഷകൾ, ഒരു വശത്ത് ഗ്രീക്ക് ഭാഷയും മറുവശത്ത് കരോഷ്ടി ഭാഷയുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം 1848 റെയ്നാർഡ് എന്ന ഫ്രഞ്ചുകാരൻ ഇത് കൂടുതൽ പഠിച്ചു. അതിലെ ആ ലിഖിതം വായിച്ച് മനസ്സിലാക്കി. അതിൻ്റെ വെളിച്ചത്തിൽ ഗുണ്ടഫറസ് എന്ന ചക്രവർത്തി പാർത്തിയ ഭരിച്ചിരുന്നത് AD 20 മുതൽ 49 അല്ലെങ്കിൽ AD 50 വരെയുള്ള കാലഘട്ടത്തിലാണ് എന്നും മനസ്സിലാക്കി. അത് ഈ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് യൂദാ തോമായുടെ നടപടികളിൽ പറയുന്ന ഗുണ്ടഫറസും ഈ നാണയത്തിൽ പേര് പറഞ്ഞിരിക്കുന്ന ഗുണ്ടഫറസും ഒരു വ്യക്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയെങ്കിൽ ഗുണ്ടഫറസ് എന്ന വ്യക്തി ഒരു ഐതിഹാസിക വ്യക്തിയല്ല, ചരിത്ര വ്യക്തി തന്നെയാണ് എന്ന് തെളിയുകയും അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയുന്ന ഈ പുസ്തകവും അങ്ങനെയെങ്കിൽ ചരിത്രപരത ധാരാളം ഉള്ള ഒരു ഗ്രന്ഥമാണ് തെളിയുകയും ചെയ്തു. അത് ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്, തുടർന്ന് തന്നെ അവർ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി 1878 തക്തിബാഹി, അഫ്ഗാനിസ്ഥാനിൽ തന്നെയുള്ള തക്തിബാഹി, പെഷവാറിന് അടുത്തുള്ള തക്തിബാഹി എന്ന സ്ഥലത്തു നിന്നൊരു ലിഖിതം കണ്ടെത്തി. അതിന് പേര് കൊടുത്തത് തക്തിബാഹി ഇൻസ്ക്രിപ്ഷൻ എന്നാണ്. അതും ഗുണ്ടഫറസിനെ സംബന്ധിച്ചാണ്. അതിൽ നിന്നും ആ ഇൻസ്ക്രിപ്ഷൻ എഴുതപ്പെട്ടത് AD 46 അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ ഗുണ്ടഫറസ് ജീവിച്ചിരുന്നു എന്ന് തെളിവാണ്. തോമാസ് ലീഹ ഈ കാലഘട്ടത്തിലാണ് ഗുണ്ടഫറസിനെ അടുത്ത് ചെല്ലുന്നതും തക്ഷശില കേന്ദ്രമാക്കി മിഷൻ പ്രവർത്തനം നടത്തുന്നതും. താങ്ക് യു അച്ഛാ. ഗുണ്ടഫറസ് രാജാവ് ഒരു ചരിത്ര വ്യക്തിയായിരുന്നു എന്നതിന് അച്ഛൻ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അച്ഛാ, മുന്നേ പറഞ്ഞ ഉത്തരത്തിലേക്ക് ഒന്നും കൂടെ പോവാം. തോമാസ് ലീഹായുടെ ഭാരതത്തിലേക്കുള്ള യാത്രകൾ, 2 ഭാരത പ്രേക്ഷിത യാത്രകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ തോമസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പം ഒരു സാധാരണ ഒരാൾക്ക് സംശയം തോന്നാം, അത്രയും വർഷം മുന്നേ അത് സാധ്യമായ ഒരു കാര്യമായിരുന്നു? ഭാരതത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമായിരുന്നു? വഴികൾ എങ്ങനെയായിരുന്നു? അതൊരു പോസിബിലിറ്റി ആയിരുന്നു? അതൊരു സത്യമായ കാര്യമാണോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് ഒരു മറുപടി കൊടുക്കാനായിട്ട് പറ്റിയത്? അതൊരു നല്ല ചോദ്യമാണ്. കാരണം 2000 വർഷം മുൻപിലത്തെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകുന്ന നമ്മുടെ മനസ്സ് കൊണ്ടുപോയാൽ നമുക്ക് അതിനുള്ള ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അന്ന് ഇന്ത്യ അറിയപ്പെടുന്ന രാജ്യമായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അത് ഒരു പ്രധാന തെളിവ് അന്നത്തെ റോമൻ ബന്ധമായിരുന്നു. റോമാക്കാർ ഇന്ത്യയുമായിട്ടും പ്രത്യേകിച്ച് കേരളവുമായിട്ടും കച്ചവടം നടത്തിയിരുന്നു. യഹൂദർ ആ കച്ചവടത്തിൽ റോമാക്കാരെ സഹായിച്ചിരുന്നു. തോമാസ് ലീഹ
അവരുടെ കൂട്ടത്തിലാണ്, സഹ യഹൂദരുടെ കൂട്ടത്തിലാണ് റോമാക്കാരുടെ കപ്പലിൽ അല്ലെങ്കിൽ അന്നത്തെ മാർഗത്തിൽ കേരളത്തിലെത്തുന്നതും. ഇവിടെ ആദ്യം യഹൂദരോട് ആദ്യം സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നു, ക്രിസ്ത്യാനികളാകുന്നു. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ആദ്യം യഹൂദരാണല്ലോ ക്രൈസ്തവരാകുന്നത്. അതുകൊണ്ടുള്ള ആദ്യത്തെ ക്രൈസ്തവരെ ജൂഡയോ ക്രിസ്ത്യൻസ് എന്നാണ് വിളിക്കുക. തുടർന്നാണ് വിജാതീയർ അല്ലെങ്കിൽ യഹൂദരല്ലാത്തവരോടും സുവിശേഷം പ്രസംഗിക്കുകയും അവരിൽ നിന്നും ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകത്തെല്ലായിടത്തെയും സ്ഥിതി അത് തന്നെയാണ്. ഇന്ത്യയിലേക്ക് തോമാശ്ലീഹായ്ക്ക് വരാൻ റോമാക്കാരുടെ കൂടെ വന്നു എന്ന് പറയുന്നു. അന്ന് ഇന്ത്യയിലേക്ക് 2 മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്, കടൽ മാർഗവും കരമാർഗവും. ഉള്ള ഈ കടൽ മാർഗം എന്ന് പറയുന്നത് അലക്സാൻഡ്രിയ മുസെറിസ് ട്രേഡ് റൂട്ടാണ്. അത് അറിയപ്പെടുന്ന, അന്ന് ഉപയോഗത്തിലുണ്ടായിരുന്നു, ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുമായ വലിയൊരു റൂട്ടാണ്, കടൽ മാർഗമാണ്. രണ്ടാമത്തേത് കിഴക്കിനെയും പടിഞ്ഞാറേയും ബന്ധിപ്പിക്കുന്ന സിൽക്ക് റൂട്ട് എന്നാണ്. അതിനെ സിൽക്ക് റൂട്ട് എന്നും പെപ്പർ റൂട്ട് എന്നും യൂറോപ്യൻ രാജ്യങ്ങളും മാറി മാറി പറയാറുണ്ട്. അതൊരു കരമാർഗമാണ്. ഈ വഴികൾ ഉപയോഗിച്ചാണ് റോമാക്കാരുടെ കൂട്ടത്തിൽ തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് വരുന്നതും. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര AD 43-44 ആ വർഷങ്ങളിലാണ്. ബറൂച്ച്, ഗുജറാത്തിലെ അന്നത്തെ ഏറ്റവും പ്രധാന പോർട്ട് സിറ്റിയായിരുന്ന ബറൂച്ചിൽ വരുന്നു. ആ ബറൂച്ചിൽ നിന്നും ഹബ്ബാൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ആ ഹബ്ബാൻ ഗുണ്ടഫറസ് ചക്രവർത്തിയുടെ ഒരു രാജപ്രതിനിധിയായിരുന്നു. ഇതെല്ലാം ഈ യൂദാത്തോമായുടെ നടപടികളിൽ പറയുന്ന ആദ്യത്തെ അധ്യായങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആ ഹബ്ബാൻ്റെ കൂടെ ഗുജറാത്തിലെ ബറൂച്ചിൽ ബ്രോച്ചിൽ വരുന്നു. അവിടെ നിന്ന് അന്നത്തെ ഉത്തരപാത ഉജ്ജയിൻ, അയോധ്യ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൂടെ ആണ് കടന്നു പോകുന്നത്. അതിലൂടെ തക്ഷശിലയിൽ എത്തുന്നു. തക്ഷശിലയിൽ ഗുണ്ടഫറസ് ചക്രവർത്തിയുമായിട്ട് സംസാരിക്കുന്നു. കാരണം ഒരു വിദേശി വന്നാൽ രാജാവിനെ മുഖം കാണിക്കണമെന്നാണ് അന്നത്തെ നിയമം. അങ്ങനെ തോമാശ്ലീഹ ചെയ്യുന്നു. അവിടെ അദ്ദേഹം ചെയ്യുന്ന ചില അത്ഭുതങ്ങളെ പറ്റിയെല്ലാം ഈ നടപടികളുടെ ആദ്യ അധ്യായങ്ങളിൽ പറയുന്നു. അതിനുശേഷം ഗുണ്ടഫറസ് തോമാശ്ലീഹയ്ക്ക് അനുവാദം കൊടുക്കുകയാണ് മിഷൻ പ്രവർത്തനത്തിന്. അങ്ങനെ 49 വരെ അവിടെ പ്രവർത്തിക്കുന്നു. 49 കുഷാൻ ആക്രമണത്തെ തുടർന്ന് ഗുണ്ടഫറസ് ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്നു. തോമാശ്ലീഹായും അദ്ദേഹത്തിനുള്ള സംരക്ഷണവും സപ്പോർട്ടും നഷ്ടപ്പെടുന്നതുകൊണ്ട് തോമാശ്ലീഹ തിരിച്ച് ജെറുസലത്തേക്ക് പോകുന്നു. ജെറുസലം കൗൺസിലിൽ പങ്കെടുക്കുന്നു. വീണ്ടും 52 തോമാശ്ലീഹ തിരിച്ച് ഇന്ത്യയിൽ 2ാം പ്രാവശ്യം വരുന്നു. പക്ഷേ വരുന്നത് സൗത്ത് ഇന്ത്യയിലേക്കാണ് വരുന്നത്, അന്നത്തെ തമിഴകം എന്ന രാജ്യത്തിലേക്ക്. അങ്ങനെ വന്ന് കൊടുങ്ങല്ലൂർ AD 52 ഇറങ്ങുന്നു. 72 വരെ ഇവിടെ പ്രവർത്തിച്ചിട്ട് 72 മരിക്കുന്നു. തുടങ്ങിയുള്ള കാര്യങ്ങൾ ആക്ട്സ് ഓഫ് തോമസ് എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. ഇതാണ് തോമാശ്ലീഹയുടെ 2 യാത്രകളെ സംബന്ധിച്ച് ഈ ഗ്രന്ഥം നൽകുന്ന വിശദീകരണം. താങ്ക് യു അച്ഛാ. വളരെ മനോഹരമായിട്ട് തന്നെ അച്ഛൻ തോമാശ്ലീഹയുടെ 2 യാത്രകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഞങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ചിലരിങ്ങനെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതായത് തോമാശ്ലീഹ കേരളത്തിലല്ലാതെ തൻ്റെ ആദ്യ യാത്രയിൽ നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിലൊക്കെ, ഗുജറാത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ വന്നിരുന്നെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പം പക്ഷെ എന്തുകൊണ്ട് ഇന്ന് സിറോ മലബാർ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ നസ്രാണി ക്രൈസ്തവരുടെ സാന്നിധ്യം കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മറ്റെവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല? ആ ഒരു ചോദ്യം പലരും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുക? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അനേകർ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് ഉത്തരം ഉണ്ട്. പക്ഷേ ആ ഉത്തരം 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്നതല്ല. ഒരു ക്ലാസ് തന്നെ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ അതിന് ആവശ്യമുണ്ട്. കാരണം 6-7 കാരണങ്ങൾ ഉണ്ട് എന്തുകൊണ്ട് സിറോ മലബാർ മാർത്തോമാ ക്രിസ്ത്യാനികൾ കേരളം ഒഴിച്ച് അന്നത്തെ മലബാർ ഒഴിച്ച് മറ്റ് പ്രദേശങ്ങളിൽ അപ്രത്യക്ഷമായി പോയി അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയി എന്നുള്ളത്. അത് സാധിക്കുമെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ അതിന് ഞാൻ കൃത്യമായ ഉത്തരം നൽകാൻ ശ്രമിക്കാം. ഈ ഒരു ചോദ്യത്തിന് ഒരു എപ്പിസോഡ് നീണ്ട ഉത്തരമുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ മടങ്ങി വരുന്നതായിരിക്കും. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തോമായുടെ നടപടികൾ എന്ന പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട പല ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെക്കുറിച്ചും തോമാശ്ലീഹായുടെ 2 പ്രേക്ഷിത യാത്രകളെക്കുറിച്ചും എല്ലാം നമ്മൾ കണ്ടു.
അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. വിശ്വാസത്തിന്റെ ദീപശിഖയുമായി ഭാരത മണ്ണിലെത്തി ക്രിസ്തുവിന്റെ വിശ്വാസ തീക്ഷ്ണത ഭാരത മക്കൾക്ക് പകർന്നു നൽകിയ തോമാസ് ലിഹായിൽ നിന്നും വിശ്വാസ തീക്ഷ്ണത ഉൾക്കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളുകൾ നമ്മൾ ഈ ദിവസങ്ങൾ ആഘോഷിക്കുകയാണല്ലോ. ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ അൽഫോൻസായുടെ തിരുനാൾ മംഗളങ്ങൾ നേരുകയാണ്. ഒപ്പം തന്നെ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും വരെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ഗുഡ് ബൈ.